അപ്പോൾ നമ്മുടെ മുരിങ്ങയില, പച്ചച്ചീരയില, കപ്പളത്തിൻ്റെ ഇല, പിന്നെ തഴുതാമയില. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഈവനിങ് ഫുഡാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്ക് വേണ്ടിയിട്ടുള്ള ഈവനിങ് ഫുഡാണ്. ഇന്ന് പച്ചക്കറികളെല്ലാം ചേർത്തുള്ളൊരു ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഗ്രോവർ ഫുഡും കൂടി ചേർക്കുന്നുണ്ട്. ഇത് പച്ചച്ചീരയാണ്. അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാ ഇലകളും മനുഷ്യൻ കഴിക്കുന്നത് തന്നെയാണ്. പച്ചച്ചീര, മുരിങ്ങയിലയുണ്ട്, കപ്പളത്തിൻ്റെ ഇലയുണ്ട്. അത്യാവശ്യമാണ് കപ്പളത്തിൻ്റെ ഇലയും തോരനൊക്കെ വെക്കാൻ പറ്റും. അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞിട്ട് തോരൻ വെക്കാൻ പറ്റും. ഇന്ന് മനുഷ്യൻ കൂടുതലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കുന്നത്. അപ്പം ഇത്തരം വെജിറ്റബിളായിട്ടുള്ള ഫുഡുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോഴികൾക്കും അത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. മുട്ട ഉൽപ്പാദനത്തിനും അതുങ്ങളുടെ ആരോഗ്യത്തിനും ഈ ചൂടത്ത് ദാഹമൊക്കെ ഒന്ന് ശമിക്കാനും ചായ കുടിക്കാൻ സമയമായതുകൊണ്ടാണ് നാക്ക് കൊടുക്കുന്നത്. ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് എടുത്ത് റെഡിയാക്കാം. അപ്പോൾ ഇതാണ് തഴുതാമ. നമ്മുടെ കോഴി ഇപ്പം 4 എണ്ണം മുട്ടയിട്ടിട്ടുണ്ട്. ഇപ്പം ബാക്കിയുള്ള കോഴിയും കൂടി മുട്ടയിടാൻ തപ്പി നടക്കുക. അപ്പം നമ്മൾ നല്ല ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് തഴുതാമ എന്ന് പറയുന്ന സംഗതിയാണ്. ഇതും ഒരു ആയുർവേദത്തിലെ മരുന്നാണ്. ഇത് തോരൻ വെച്ച് കഴിക്കാൻ ബെസ്റ്റാണ്. ഇതിൻ്റെ ഇങ്ങനെ ഈ നാമ്പുകളിങ്ങനെ പറിച്ചെടുത്ത് തോരൻ വെച്ചാൽ അടിപൊളിയാണ്. മനുഷ്യൻ കഴിക്കുന്ന സാധനം ആമവാദത്തിനും സന്ധിവാദത്തിനുമൊക്കെ ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള ആയുർവേദ മരുന്നാണ് ഇത്. അപ്പോൾ ഇതും കൂടി നമ്മൾ നമ്മുടെ കോഴിക്കുള്ള ഫുഡിനകത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കോഴിപ്പിള്ളേരും ചേട്ടന്മാരും എല്ലാം ഫുഡിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരികയാണ്. അപ്പം 3 നേരം ഞാനിങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജൈവപ്പന്തൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്തിന് ധാരാളം നമുക്ക് പാവയ്ക്കായും പയറും കോവയ്ക്കായും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചീര നമ്മളിപ്പോൾ 20 തവണ കട്ട് ചെയ്തെടുത്ത് അതങ്ങ് തീർന്നു പോയി. അതിൻ്റെ ചോടൊക്കെ ഞാനിപ്പോൾ കോഴിക്കും വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. അപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു. അപ്പം നമ്മുടെ കരിയാപ്പ് ഇപ്പം നന്നായിട്ട് തളർത്ത് വരുന്നുണ്ട്. നാടൻ കരിയാപ്പാണ്.